അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ നോക്കൂ, തുറന്നു പറയുകയാണ്, ഞങ്ങളെ പരിഗണിക്കുന്നതേ ഇല്ല എന്ന് തുറന്നു പറയുകയാണ് ഒരു കൊച്ചു പാർട്ടിയുടെ നേതാവ് വന്ന്. ഈ ചങ്കൂറ്റം പിണറായിയുടെ പ്രവർത്തന ശൈലിക്ക് നേരെ CPM-നുള്ളിൽ ഒരാളെങ്കിലും പാർട്ടി ഫോറത്തിലെങ്കിലും ഉന്നയിച്ചിരുന്നുവെങ്കിൽ എന്നേ നന്നായനെ എന്ന് തോന്നുന്നില്ലേ? ചില ഘടകകക്ഷികൾക്ക്, അതൊക്കെ മാത്രമല്ല മറ്റു ചില ഘടകകക്ഷികൾക്ക് ചില അതിർത്തികളുണ്ട്. പലരെയും മന്ത്രിയാക്കാൻ പറ്റിയിട്ടില്ല, ഞങ്ങളുടെ പാർട്ടിക്ക് തന്നിട്ടില്ല, മന്ത്രിയാക്കാൻ പറ്റിയിട്ടില്ല, കോർപ്പറേഷന്, ബോർഡ്, ഇതിനകത്ത് LDF-ൽ പലർക്കും അതിർത്തിയുണ്ട്. എല്ലാ ഘടകകക്ഷികളെയും ഒന്നുപോലെ എടുത്തുകൊണ്ട് പലപ്പോഴും ഒരു മുന്നണി സംവിധാനത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിന് ഏറ്റക്കുറച്ചിലുണ്ടാവും. അവരുടെ കാര്യം അവർ പറഞ്ഞത് വളരെ ശരിയാണ്. അവർക്കൊരു MLA ഉണ്ടായിട്ട് ബാക്കി ഒരു MLA ഉള്ളവർക്ക് 2.5 വർഷം വെച്ച് കൊടുത്തു, അവർക്ക് അത് നൽകിയിട്ടില്ല. അതിനകത്ത് പോരായ്മയുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഒരു സമയത്തിന് വലിയ പ്രസ്ഥാനമായിരുന്നു വീരേന്ദ്രകുമാറിന്റെ പ്രസ്ഥാനം. ഇന്ത്യയിൽ ഒരു വലിയ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനമായിട്ട് നിലനിന്ന വീരേന്ദ്രകുമാറിന്റെ പ്രസ്ഥാനം MP-യും MLA-യും മന്ത്രിയും ഒക്കെയുള്ള വലിയ പ്രസ്ഥാനമായിരുന്നു. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട്. ഈ സഖാക്കൾ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കാര്യം പറഞ്ഞു. എല്ലാ ജില്ലയിലും അത് സംഭവിക്കും. കൊല്ലത്തുനിന്ന് തന്നെ CPI-യുടെ പ്രവർത്തകര് മാവേലിക്കര മണ്ഡലത്തിൽ പോയി പ്രവർത്തിച്ചു. അവർ മാറി പ്രവർത്തിക്കാറുണ്ട്. CPM-ന്റെ CPI-യുടെ പ്രവർത്തകർ അവരുടെ സഖാക്കൾ നിൽക്കുന്ന മണ്ഡലത്തിലേക്ക്, ഇവിടെ സുരേഷ് തന്നെ പറഞ്ഞൊരു ആർട്ടിക്കൽ ചാർജ് ആയിരുന്നു, അങ്ങനെ ചാർജ് കൊടുത്ത് കൂടുതൽ പ്രവർത്തകരെ അതാത് മണ്ഡലങ്ങളിലേക്ക് വിടാറുണ്ട്. അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലെല്ലാം സ്വാഭാവികമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ CPI-യുടെ കാര്യത്തിൽ ഒരർഹത കുറവ് കാണിച്ചിട്ടില്ല. അവർക്ക് 4 സീറ്റ് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ കൊടുക്കുന്നു, തോറ്റുപോകുന്നു. കൂടുതൽ പ്രാവശ്യം CPI-യുടെ സീറ്റുകൾ തോറ്റുപോയിട്ടേ ഉള്ളൂ. കുറച്ച് പ്രാവശ്യം മാത്രമാണ് അവർ ജയിച്ചിട്ടുള്ളത്. എന്തോ അവർക്ക് അങ്ങനെയാണ് സംഭവിക്കുന്നത്. പിന്നെ ഇപ്പോഴും അവർക്ക് 22 സീറ്റ് നിയമസഭയിൽ മത്സരിക്കാൻ കൊടുത്തു. അവർക്ക് MLA-മാരുണ്ട്, കൂടുതൽ മന്ത്രിമാരുണ്ട്. CPI-ക്ക് ഒരു അവഗണനയും LDF കിട്ടിയിട്ടില്ല. അവർക്ക് പരമാവധി സീറ്റ് നൽകുന്നുണ്ട്. അവർക്ക് കൂടുതൽ മന്ത്രിമാരുണ്ട്, ബോർഡും കോർപ്പറേഷനും എല്ലാം MLA-ക്ക് ആനുപാതികമായിട്ട് അവർക്ക് നൽകുന്നുണ്ട്. അതിനകത്ത് CPI-ക്ക് ആരും ഇതിലൊന്നും അതിർത്തിയില്ല. പിന്നെ രാജ്യസഭാ സീറ്റിന്റെ കാര്യം പറഞ്ഞു. രാജ്യസഭാ സീറ്റ് 2 സീറ്റേ വരുന്ന ഇടതുപക്ഷ മുന്നണിക്ക് ഇടുന്ന 2 സീറ്റാണ്. ആ 2 സീറ്റ് സിറ്റിംഗ് എന്ന് പറയുന്നത് ഒന്ന് CPI-യുടെയും കേരള കോൺഗ്രസിന്റെയുമാണ്. കേരള കോൺഗ്രസ് മാണിക്കുന്നത് കിട്ടിയത് എങ്ങനെയാണെന്ന് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അന്ന് കോൺഗ്രസിനകത്തുണ്ടായ ആഭ്യന്തര കുഴപ്പത്തിന്റെ പേരിൽ അർഹതയില്ലാത്ത മാണിക്ക് അന്ന് ഉമ്മൻചാണ്ടിയും PJ കുര്യനും ഒക്കെ ആയിട്ടുള്ള ഇഷ്യൂവിന്റെ പേരിൽ ആ കോൺഗ്രസ്സുകാർ കൊടുക്കാതിരിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി അന്ന് എടുത്ത് കേരള കോൺഗ്രസ് മാണിക്ക് കൊടുത്തതാണ്. അത് വേറൊരു കാര്യം. അതിന്റെ രാഷ്ട്രീയ പിന്നാമ്പക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതിന്റെ ചർച്ചകളായിട്ടില്ല. തീർച്ചയായിട്ടും കേരള കോൺഗ്രസിന് അർഹമായ പരിഗണന ഉണ്ടാവും. ഒരു കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്നു, കേരള കോൺഗ്രസിനെ മധ്യ തിരുവിതാംകൂറിലും വിശേഷിച്ച് മലയോര മേഖലകളിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഈ 2-3 ജില്ലകളിൽ അവർക്കുള്ള സ്വാധീനം ചെറുതൊന്നുമല്ല. എറണാകുളത്തിന്റെ കിഴക്കൻ മേഖലകളിലും അവർക്ക് നല്ല സ്വാധീനമുണ്ട്. അതിന് ചെറുതായിട്ടൊന്നും ഞങ്ങൾ കാണുന്നുമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ കോൺട്രിബ്യൂഷൻ ചെറുതായിരുന്നുമില്ല. അപ്പൊ അതുകൊണ്ട് LDF-ൽ നിന്ന് ഈ കക്ഷികളൊക്കെ വിട്ട് UDF-ലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള അനുമാനം ഇന്ന് തന്നെ പറഞ്ഞാൽ MM ഹസൻ പറഞ്ഞു, KPC പ്രസിഡന്റ് പറഞ്ഞു, ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കുമെന്ന്. അതിനവർ വാതിൽ തുറന്നെത്തിക്കും.